നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്? ഇതിൻ്റെ ഉത്തരം ഓർത്തു വെച്ചോളൂ, ആവശ്യം വരും. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്ക്. ഇന്ത്യയിൽ ഈ അടുത്ത് നടത്തിയ ഒരു സർവേ പ്രകാരം ജോലിയുള്ളവരിൽ 70% പേരും അസന്തുഷ്ടരാണ്. ഒട്ടും സന്തോഷത്തോടുകൂടിയല്ല ഇത്രയും ആളുകൾ ജോലിക്ക് പോകുന്നത്. ഇതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാരണം ടോക്സിക് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചറാണ്. പല കമ്പനികളിലും വളരെ ടോക്സിക് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ജോലിക്ക് പോകാനും അവിടെ ജോലി ചെയ്യാനും ആർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ല. ചില സ്ഥലത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ അവിടുത്തെ വർക്ക് ലോഡ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ജോലിയിൽ അവർ തൃപ്തരാവില്ല. ഇനി ചില സ്ഥലത്ത് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കൂടെ ജോലി ചെയ്യുന്നവരെ കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ശമ്പളം വളരെ കുറവായിരിക്കും. ഇനി ചില സ്ഥലത്ത് ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് കൃത്യസമയത്ത് കിട്ടുന്നുണ്ടാവില്ല, ഒരുമിച്ച് കിട്ടുന്നുണ്ടാവില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ കമ്പനിയിലും ഓരോ പ്രശ്നങ്ങളാണ്. എന്തു തന്നെയായാലും ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവരിലെ 70% പേരും അസന്തുഷ്ടരാണ്. ഇത് ഇന്ത്യയിലുള്ള എല്ലാ ജോലി ചെയ്യുന്നവരെയും ചേർത്ത് നടത്തിയ ഒരു സർവേ ഒന്നുമല്ല, കുറച്ച് ആൾക്കാരെ വെച്ച് നടത്തിയ ഒരു സർവേയാണ്. ഇനി ഇന്ത്യയിലുള്ള എല്ലാവരെയും വെച്ച് ഈ സർവേ നടത്തുകയാണെങ്കിൽ ഈ ഒരു ശതമാനം 70-ലൊന്നും നിൽക്കാൻ പോകുന്നില്ല, ഇതിനേക്കാളും കൂടാനേ വഴിയുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു ചോദ്യം, ഈ 70% പേര് ജോലിയിൽ അസന്തുഷ്ടരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെല്ലാ ദിവസവും ജോലിക്ക് പോകുന്നത്? ഇത് നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഹാപ്പി ആയിരിക്കില്ല, നിങ്ങൾക്ക് ആ ഓഫീസിൽ പോകാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ എന്നിട്ടും എല്ലാ ദിവസവും നിങ്ങൾ ആ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്? അതിന് കാരണം ഒന്നേ ഉള്ളൂ, അത് നിങ്ങളുടെ ഫിക്സഡ് എക്സ്പെൻസുകളാണ്. നമുക്ക് പലതരം എക്സ്പെൻസുകളുണ്ട്, വേരിയബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളും ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളും. ഫിക്സഡ് ആയിട്ടുള്ള ചിലവുകൾ എന്ന് പറയുമ്പോൾ എല്ലാ ലോണുകളുടെയും EMI-കൾ, നമുക്ക് പല ലോണുകൾ ഉണ്ടായിരിക്കും. ഈ ലോണുകളുടെ EMI, വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ വാടക, ഇത്തരത്തിലുള്ള ഫിക്സഡ് എക്സ്പെൻസുകൾ നമുക്ക് എല്ലാ മാസവും വരും. ഇനി കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുട്ടികളുടെ സ്കൂൾ ഫീസ്, സ്കൂൾ വണ്ടിയുടെ ഫീസ്, അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ചിലവുകളും നമ്മൾ എല്ലാ മാസവും വരും. അപ്പോൾ നമ്മളെ അലട്ടുന്നത് നമ്മളുടെ ഫിക്സഡ് എക്സ്പെൻസുകളാണ്. എല്ലാ മാസവും നമുക്ക് വരുന്ന ഈ ചിലവുകൾക്ക് നമുക്ക് എല്ലാ മാസവും വരുമാനം വേണം. സോ നമുക്കൊരു ജോലി ഇല്ലാതെ പറ്റില്ല. ഈ ഫിക്സഡ് എക്സ്പെൻസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ലോണുകളുടെ EMI തന്നെയാണ്. സോ അവിടെയാണ് അടുത്ത ചോദ്യം, എങ്ങനെയാണ് നമുക്ക് ഈ ഫിക്സഡ് എക്സ്പെൻസുകൾ ഉണ്ടായത്? നമുക്ക് ജോലി ഇല്ലാതിരുന്ന ഒരു സമയം ആലോചിച്ച് നോക്കാം. നമുക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ആ സമയത്ത് നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല, വീട്ടിൽ നിന്ന് കിട്ടുന്ന പണമാണ് നമ്മുടെ വരുമാനം. ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. എല്ലാ മാസവും ഈ ഒരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ എൻ്റെ ചിലവുകളൊക്കെ നടന്നു പോകും. സോ ആ ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങളൊരു ജോലിക്ക് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സാലറി ആയിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട്. അങ്ങനെ ആ ഒരു ശമ്പളം തന്നെ കിട്ടുന്ന ഒരു ജോലി നിങ്ങൾക്ക് കിട്ടി. അങ്ങനെ നിങ്ങൾ ജോലിക്ക് കയറി ശമ്പളം കിട്ടി. ഈ ശമ്പളം കിട്ടി ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ 1-ാം തീയതി സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഈ തുക ഒരു 15-ാം തീയതി ആകുമ്പോഴേക്കും ചിലവായി പോകുന്നു. ഈ ഒരു എമൗണ്ട് എനിക്ക് മതിയാവുന്നില്ല. പക്ഷേ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഒരു മാസം എൻ്റെ കാര്യം നടക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത്, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തും അതേപോലെ ജോലിക്ക് പോകുന്ന സമയത്തും ഉള്ള ചിലവുകൾ നോക്കുകയാണെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ചിലവുകൾ കൂടുതലാണ്. നിങ്ങളൊരു ജോലിക്ക് പോകുന്നു, അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലിരിക്കുന്ന പോലെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതിനായിട്ട് നിങ്ങൾക്ക് നല്ല ഡ്രസ്സുകൾ വാങ്ങണം. ഇനി നിങ്ങളുടെ യാത്രാ സൗകര്യം, പിന്നെ നിങ്ങൾ ഒരുമിച്ച് ഓഫീസിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, പിന്നെ ഓഫീസിലുള്ളവർ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു ഷൂ വാങ്ങാൻ തോന്നും, അതിനനുസരിച്ച് ഡ്രസ്സ് മാറ്റാൻ തോന്നും. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അത് മാറ്റി iPhone വാങ്ങാൻ തോന്നും. പക്ഷേ ഇതിനൊന്നും നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം നിങ്ങൾക്ക് തികയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ വാങ്ങാൻ നമുക്ക് ലോൺ ഉണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾ വാങ്ങുന്നു. അങ്ങനെ ഒരു 4-5 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു വരുമാനം നിങ്ങൾക്ക് മതിയാവാതെ വരുന്നു. കാരണം ഈ വരുമാനത്തിലെ വലിയൊരു എമൗണ്ടും ഈ ലോണുകൾ തിരിച്ചടയ്ക്കാനായിട്ടായിരിക്കും നിങ്ങൾ ചിലവാക്കുന്നുണ്ടാവുക. മറ്റൊരു റിസർച്ച് പ്രകാരം ഇന്ത്യയിലെ യുവാക്കളിൽ 86.6% പേർക്കും കടമുണ്ട്. എങ്ങനെയാണ് ഇത്രയും പേർക്ക് കടമുണ്ടാവുന്നത്? ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ്. ഒന്ന്, ലോണുകൾ. മുമ്പ് നമുക്ക് ഹൗസിംഗ് ലോണ്, കാറ് വേണമെങ്കിൽ കാറിൻ്റെ ലോണ്, ബൈക്ക് വേണമെങ്കിൽ ബൈക്കിൻ്റെ ലോണ്, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ ലോണ്, അങ്ങനെയൊക്കെ ലോൺ ഫെസിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്ത് വാങ്ങാനും ലോൺ കിട്ടും. സോ എല്ലാ പ്രൊഡക്റ്റിനും ലോൺ കിട്ടും. സോ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ലോൺ എടുത്ത് അത് വാങ്ങാനുള്ള ഫെസിലിറ്റി വന്നു. അടുത്തത് ബൈ നൗ പേ ലേറ്റർ. ഇപ്പോൾ കാശില്ലെങ്കിലും സാധനം വാങ്ങിക്കുക, പിന്നീട് അടച്ചാൽ മതി. സോ ആ വാങ്ങുമ്പോഴുള്ള സന്തോഷം, ഓർഡറിനെ ഒന്നും തിരിച്ചടയ്ക്കണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ളൊരു ആശ്വാസം കൊണ്ട് പലരും പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു. പക്ഷെ അടുത്ത മാസം തൊട്ട് അയാളൊരു കടക്കാരനാണ്.
അടുത്തത് ക്രെഡിറ്റ് കാർഡിൻ്റെ അവൈലബിലിറ്റിയാണ്. ശമ്പളമുള്ളവർക്കൊക്കെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് പിടിപ്പിക്കാനായിട്ട് കുറേ പേര് അതൊരു ജോലി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. സോ ഇത് മൂന്നും ഇന്ത്യയിലെ യുവാക്കൾക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ മൊബൈലിൽ ഒരു ക്ലിക്ക് കൊണ്ട് തന്നെ അവൈലബിൾ ആയ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഒരു 86.6% യുവാക്കൾക്കും ഇപ്പോൾ കടമുള്ളത്. ഈ കടത്തിലെ പ്രധാന കടം എന്ന് പറയുന്നത് ലോണുകളുടെ തിരിച്ചടവാണ്. ലോണുകൾ തിരിച്ചടയ്ക്കുന്നവർക്കറിയാം, നിങ്ങൾ കുറച്ചധികം കാലം ലോണുകൾ തിരിച്ചടയ്ക്കുന്നു, എന്നിട്ട് നിങ്ങൾ എത്ര മുതൽ ബാക്കിയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മുതൽ, അതായത് ആ പ്രിൻസിപ്പൽ എമൗണ്ടിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കാലം അടച്ചുകൊണ്ടിരുന്നത് പലിശയാണ്. എല്ലാ ലോണുകളും തിരിച്ചടവിൻ്റെ സമയത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം വാങ്ങുന്നത് പലിശയാണ്, അതിന് ശേഷമേ മുതലിലേക്ക് അടയ്ക്കുള്ളൂ. സോ നമ്മുടെ വരുമാനം നമ്മൾ പലിശയായിട്ട് അടയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിന് നല്ല രീതിയിലുള്ള ചോർച്ച സംഭവിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം മൂല്യമുള്ള ഒന്നിലേക്കല്ല നമ്മൾ ആ പണം ചിലവാക്കുന്നത്. മൂല്യമുള്ളത് നമ്മൾ കടം വാങ്ങിയ തുകയാണ്, അതിന് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി, പക്ഷേ ആ തുകയെല്ലാം നമ്മൾ തിരിച്ചടയ്ക്കുന്നത് എക്സ്ട്രാ വരുന്നൊരു എമൗണ്ടാണ്. സോ നമ്മുടെ വരുമാനം മുഴുവൻ നമുക്ക് മൂല്യമില്ലാത്ത ഒന്നിലേക്കാണ് നമ്മൾ അടച്ചു പോകുന്നത്. സോ ഇവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്? സോ അതിൻ്റെ ഉത്തരം ഇതാണ്, നിങ്ങൾ പലിശ അടയ്ക്കാനാണ് ജോലിക്ക് പോകുന്നത്. സത്യത്തിൽ നിങ്ങൾ ശരിക്കും ഒരു ട്രാപ്പിലാണ്. ഇവിടെ ആളുകളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാനായിട്ട് ഒരുപാട് കമ്പനികളുണ്ട്, അവരുടെ പ്രൊഡക്റ്റുകളുണ്ട്. ഇത് പല പരസ്യങ്ങളിലൂടെയും മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെയും ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ അവർ ആ പ്രൊഡക്റ്റുകൾ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ ബാങ്ക് അവരൊരു പ്രൊഡക്റ്റും കൊണ്ടുവരും. അതാണ് ലോൺ. ലോൺ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ബാങ്കിൻ്റെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് ആ പണം ഉപയോഗിച്ച് നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. അതോടുകൂടി നമ്മൾ കടക്കാരനാവുന്നു. പിന്നെ നിങ്ങൾ ജോലിക്ക് പോകുന്നത് ഈ കടം തിരിച്ചടയ്ക്കാനാണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പലിശ അടയ്ക്കാനാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഉത്തരം വളരെ സിമ്പിളാണ്, കടം എടുക്കാതിരിക്കുക. പറയുമ്പോൾ നല്ല സുഖമാണ്, കടം വാങ്ങാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷെ അങ്ങനെ ജീവിക്കാവുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പിന്നെ പണ്ടൊക്കെ ഇപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോൾ ഏത് നിലയിൽ എത്തി എന്നൊക്കെ ആരെങ്കിലും പറയുമ്പോഴാണ് അറിയുക, അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ പോകുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ അറിയുള്ളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നേരെ നിൽക്കുകയാണ് അവൻ്റെ സക്സസ്. ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സങ്കടങ്ങളൊന്നും പോസ്റ്റ് ചെയ്യില്ല, സന്തോഷങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ കാണുമ്പോൾ അവൻ എപ്പോഴും ഹാപ്പിയാണ്. അവൻ യാത്ര ചെയ്യുന്നു, അവൻ കാറിൽ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അവൻ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുന്നു, അവൻ വീഡിയോ വയ്ക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു സോഷ്യൽ പ്രഷർ വരുന്നു, ഇതേപോലെ ഞാനും ആവണം. പക്ഷെ എൻ്റെ വരുമാനം അതിന് സമ്മതിക്കുന്നില്ല. സോ എന്ത് ചെയ്യണം? കടം വാങ്ങിയിട്ടാണെങ്കിലും ഇതുപോലെയൊക്കെ ജീവിക്കണം. സോ ആ ഒരു പ്രഷറിൻ്റെ പുറത്ത് ഒരുപാട് സാഹചര്യങ്ങളിൽ നിങ്ങൾ കടം വാങ്ങേണ്ടി വരും. ഇപ്പോൾ ഞാൻ പറയുന്നത് ബ്ലൈൻഡായിട്ട് കടം എടുക്കുകയേ ചെയ്യരുത് എന്നല്ല. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ലോൺ എടുക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടാണ് യാത്ര ചെയ്തെത്തുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് 2 ബസ് കയറേണ്ടി വരും. ഒരു ബസ് കയറി ഇറങ്ങി വെയിറ്റ് ചെയ്ത് അടുത്ത ബസ് വന്ന് അതിൽ കയറി പോകേണ്ടി വരാം. ബസ്സിൽ നല്ല തിരക്കാണ്, സീറ്റൊന്നും കിട്ടില്ല, തൂങ്ങി പിടിച്ച് യാത്ര ചെയ്യണം. പക്ഷേ ഇതേ സമയം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അരമണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്തെത്താം. ബസ് പോകുന്നതിനേക്കാളും നിങ്ങൾക്ക് പെട്ടെന്ന് എത്താം, 2 ബസ് മാറി കയറണ്ട. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ലോൺ എടുത്തൊരു ബൈക്ക് വാങ്ങുക തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺവീനിയൻസ് ഉണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് രാവിലെ ലാഭിക്കാൻ പറ്റുന്ന ഈ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് നടക്കാൻ പോകാം, അല്ലെങ്കിൽ ജിമ്മിന് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസിക ഉല്ലാസം തരുന്ന എന്തെങ്കിലും കളികളിൽ ഏർപ്പെടാം. അത്തരത്തിൽ നിങ്ങൾക്ക് റിലാക്സ് ആവാനോ അല്ലെങ്കിൽ മനസ്സിനും ശരീരത്തിനും ഗുണം വരുന്ന എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഈ ഒരു ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു ലോൺ എടുത്ത് ഒരു ബൈക്ക് വാങ്ങുന്നതിലും അവിടെ പലിശ അടയ്ക്കുന്നതിലും അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, നമുക്കും ബെറ്ററാണ്. പക്ഷേ നമ്മുടെ എല്ലാ ലോണുകളും അങ്ങനെയൊന്നുമല്ല. പെട്ടെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ പലപ്പോഴും ലോൺ എടുത്ത് പല സാധനങ്ങളും വാങ്ങാറുണ്ട്. പിന്നീട് ഒരു 2-3 മാസം കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയും ആയി പോകാറുണ്ട്. അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ലോൺ വേണ്ടിയിരുന്നില്ല എന്ന് ഓരോ EMI അടയ്ക്കുമ്പോൾ നമുക്ക് തോന്നാറുമുണ്ട്. സോ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിലും നിങ്ങൾ കടം എടുക്കേണ്ടി വരുന്നു. എന്നിട്ട് ഈ വരുമാനം നിങ്ങൾ ഈ കടത്തിൻ്റെ പലിശ അടയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ഈ സാഹചര്യത്തിനൊരു മാറ്റം വരണം. നമ്മുടെ വരുമാനം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റണം, കടം വാങ്ങാതെ ജീവിക്കാനും പറ്റണം. ഈ ഒരു സാഹചര്യം എത്തണമെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സോ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നത്? നിങ്ങൾ ജോലി ചെയ്യുന്നു, നിങ്ങൾ ഒട്ടും നല്ല ഒരു അറ്റ്മോസ്ഫിയറിലല്ല ജോലി ചെയ്യുന്നത്, വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡെയിലി ഇൻസൾട്ടിങ് ആയിട്ട് എന്തെങ്കിലും കേൾക്കേണ്ടി വരുന്നു. മിക്ക ദിവസങ്ങളിലും മൂഡ് ഓഫ് ആയിട്ടാണ് നിങ്ങൾ വീട്ടിലെത്തുന്നത്. പക്ഷേ പിറ്റേ ദിവസം വീണ്ടും നിങ്ങൾ അതേ സ്ഥലത്തേക്ക് ജോലിക്ക് പോകേണ്ടി വരുന്നു. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, നിങ്ങൾക്ക് രാജിവെച്ച് പോയാൽ മതി എന്നുള്ളത് ആഴ്ചയിൽ 2-3 തവണയെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ദിവസവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവിടെ എങ്ങനെയെങ്കിലും രാജിവെച്ച് പോയാൽ മതി.
പക്ഷെ എങ്ങനെ രാജിവെക്കും? രാജിവെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ടുള്ള ഈ ഫിക്സഡ് എക്സ്പെൻസ് കവർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് രാജിവെക്കാമല്ലോ. സോ ആ ഒരു പണമാണ് നമ്മുടെ എമർജൻസി ഫണ്ട്. അതായത് വരുമാനമില്ലെങ്കിലും ഒരു 6 മാസം ജീവിക്കാൻ ആവശ്യമായ തുകയാണ് നമ്മുടെ എമർജൻസി ഫണ്ടിൽ ഉണ്ടായിരിക്കേണ്ടത്. സോ നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസുകളും പിന്നെ നമ്മളുടെ ബേസിക് ആവശ്യങ്ങൾ, ഇപ്പോൾ ഭക്ഷണം, യാത്ര, അത്തരത്തിലുള്ള മറ്റ് വേരിയബിൾ എക്സ്പെൻസുകളും എല്ലാം ചേർത്ത് ഒരു മാസം നിങ്ങൾക്ക് വരുന്ന ചിലവ് നിങ്ങൾ ആദ്യം കണക്കാക്കണം. അതേ × 6. ഇപ്പോൾ നിങ്ങൾ ഒരു മാസം ചിലവ് 20,000 ആണെങ്കിൽ എമർജൻസി ഫണ്ടിൽ 1,20,000 രൂപ വേണം. ഒരു മാസം ചിലവ് 30,000 ആണെങ്കിൽ എമർജൻസി ഫണ്ടിൽ 1,80,000 രൂപ വേണം. അങ്ങനെ 6 മാസം നിങ്ങൾക്ക് വരുമാനമില്ലാതെ ജീവിക്കാൻ ആവശ്യമായ ഒരു തുകയാണ് എമർജൻസി ഫണ്ടിൽ ഉണ്ടാവേണ്ടത്. സോ നിങ്ങളുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു എമർജൻസി ഫണ്ട് എങ്ങനെ ഉണ്ടാക്കും? സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ വരുമാനം കിട്ടിത്തുടങ്ങിയാൽ, നിങ്ങൾക്ക് ശമ്പളം കിട്ടിത്തുടങ്ങിയാൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ 20% നിങ്ങൾ സേവ് ചെയ്യണം. ഉദാഹരണത്തിന് 15,000 രൂപയാണ് നിങ്ങളുടെ ശമ്പളമെങ്കിൽ നിങ്ങൾ 3,000 രൂപ ഇതിൽ നിന്ന് സേവ് ചെയ്യണം. ബാക്കി 12,000 രൂപയാണ് നിങ്ങളുടെ വരുമാനം എന്ന് കരുതിയിട്ട് അത് വെച്ച് ജീവിച്ച് ശീലിക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലാതെ ചിലവാക്കിയിട്ട് ബാക്കി വരുന്ന പണം സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും സേവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം തന്നെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് സേവ് ചെയ്ത് ബാക്കി തുക വെച്ച് ചിലവുകൾ നടത്തുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. സോ നിങ്ങളുടെ വരുമാനത്തിൻ്റെ 20% നിങ്ങൾ സേവ് ചെയ്യുക. എവിടെ സേവ് ചെയ്യണം? നമുക്ക് സാലറി വരുന്നൊരു അക്കൗണ്ട് ഉണ്ട്, അതിൽ തന്നെ സേവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു പുതിയ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു അക്കൗണ്ടിനെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കുക. അതിലേക്ക് സേവിങ്സ് മാത്രമേ ഉള്ളൂ. വരുമാനം വന്നു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് എടുത്ത് അതിലേക്ക് മാറ്റുക. ശമ്പളം കിട്ടിയ ഉടനെ ഈ ഒരു 20% ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഇതെല്ലാ മാസവും നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ഇത് തുടർന്ന് പോകണം. എത്ര കാലത്തോളം? നമ്മളുടെ ആ ഒരു എമർജൻസി ഫണ്ടിൻ്റെ എമൗണ്ട് ഇല്ലേ, ആ ഒരു എമൗണ്ട് എത്തുന്ന വരെ നിങ്ങൾ തുടരണം. ഇതിലേക്ക് ശമ്പളത്തിൽ നിന്നുള്ള വരുമാനം മാത്രമല്ല, നിങ്ങൾക്ക് ബോണസ് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇടാം. ഇനി എങ്ങാനും ഒരു മാസത്തെ ശമ്പളം മാസാവസാനം ആകുമ്പോഴേക്കും ചിലവായി തീർന്നില്ല, കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അതും അതിലേക്ക് മാറ്റിയിടാം. അങ്ങനെ എത്രയും വേഗം ഒരു എമർജൻസി ഫണ്ടിൻ്റെ തുല്യമായ തുക ഈ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നവരെ നിങ്ങൾ ഈ സേവിങ്സ് തുടരുക. ഇവിടെ ഉള്ളൊരു പ്രശ്നം, ചിലർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് മാനുവലി കുറച്ച് പണം എല്ലാ മാസവും മാറ്റിയിടുക എന്നുള്ളത് നിങ്ങൾ വിട്ടുപോകും. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ മാസം ഇങ്ങനെ പോട്ടെ, അടുത്ത മാസം തൊട്ട് തുടങ്ങാമെന്ന് വെച്ച് ഇതിങ്ങനെ നീണ്ടുപോകും. ചിലപ്പോൾ തുടക്കത്തിൽ മാറ്റിയിട്ടാലും മാസാവസാനം ആകുമ്പോൾ ആ പണം വീണ്ടും എടുത്ത് ചിലവാക്കും. സോ ഇവിടെ ഇതൊരു ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്കിത് തുടർന്ന് പോകാൻ പറ്റും. നിങ്ങൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ഒരു ഓപ്ഷനാണ് ബാങ്കിലൊരു RD തുടങ്ങുക. RD എന്ന് പറഞ്ഞാൽ റിക്കറിങ് ഡെപ്പോസിറ്റ് ആണ്. ഇതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ മാസവും ഒരേ തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് RD. അപ്പോൾ 1,000 രൂപയാണെങ്കിൽ 1,000, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 3,000 ആണെങ്കിൽ 3,000 രൂപയുടെ ഒരു RD തുടങ്ങിയാൽ ഒരു നിശ്ചിത ഡേറ്റിൽ ഈ ഒരു 3,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇതിലേക്ക് ഇൻവെസ്റ്റ് ആവും. പിന്നെ ഇതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 5 വർഷത്തേക്കോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് RD തുടങ്ങാൻ പറ്റും. അപ്പോൾ ആ മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ അത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്ത് തുകയും കുറച്ച് പലിശയും ചേർത്ത് നിങ്ങൾക്ക് തിരിച്ച് ഈ ഒരു അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആവും. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സാലറി അക്കൗണ്ടിൻ്റെ ബാങ്ക് ഉണ്ടല്ലോ, ആ ബാങ്കിൻ്റെ ഒരു ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഒരു ആപ്പിൽ നിങ്ങൾക്ക് RD തുടങ്ങാം. ഇത് വളരെ സിമ്പിളായിട്ട് തുടങ്ങാവുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് 10-ാം തീയതിയാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നതെങ്കിൽ 11-ാം തീയതിയോ 12-ാം തീയതിയോ ഈ ഒരു RDയുടെ ഡേറ്റ് ആക്കുക. ഈ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുക. നിങ്ങളുടെ വരുമാനത്തിൻ്റെ 20% എന്നുള്ള എമൗണ്ട് ഫിക്സ് ചെയ്യുക. 1 കൊല്ലോ 2 കൊല്ലോ അങ്ങനെ ടെന്നർ ഫിക്സ് ചെയ്യുക. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലോൺ അടഞ്ഞു പോകുന്ന പോലെ എല്ലാ മാസവും ഈ ഒരു എമൗണ്ട് ഈ ഒരു RDയിലേക്ക് തനി ഇൻവെസ്റ്റ് ആയിക്കോളും. ഇപ്പോൾ മാനുവലി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ചെയ്യാനുള്ള മടിയും ഇൻവെസ്റ്റ് ചെയ്ത പൈസ പിന്നെ തിരിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ. ഇത് പിന്നെ അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. മെച്യൂരിറ്റി പീരീഡിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മെച്യൂരിറ്റി പീരീഡ് വരെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കട്ടെ. അങ്ങനെ അത് മെച്യൂർ ആയിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി അതേ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആവുക. അത് അപ്പം തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് മറ്റു വഴികളിലൂടെയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും തുടർന്നിട്ടും ഈ ഒരു എമർജൻസി ഫണ്ടിന് തുല്യമായ ഒരു എമൗണ്ട് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെക്കുക. സോ എമർജൻസി ഫണ്ടിന് തുല്യമായ ഒരു തുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയി. നിങ്ങൾക്ക് ജോലി വേണ്ടേ, വേണ്ട ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താം. എന്നിട്ടൊരു ബ്രേക്ക് എടുത്തിട്ട് ഈ 6 മാസത്തിനുള്ളിൽ അടുത്തൊരു ജോലി കണ്ടുപിടിച്ചാൽ മതി. സോ ഇത്തരത്തിലൊരു എമൗണ്ട്, ഒരു 6 മാസത്തെ ചിലവിനുള്ള പൈസ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നൊരു കോൺഫിഡൻസ് ഭയങ്കരമായിരിക്കും. അത് നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും എല്ലാം ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ഇത് നിങ്ങളൊന്ന് സേവ് ചെയ്തിട്ട് ഈ ഒരു എമർജൻസി ഫണ്ടിന് തുല്യമായ ഒരു തുക ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യും. സോ എമർജൻസി ഫണ്ടിന് തുല്യമായ ഒരു തുക റെഡിയായി. ഇനി എന്ത് ചെയ്യണം? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കടമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും?
നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഓരോ പ്രായത്തിലും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കും, നിങ്ങൾ ചിലപ്പോൾ ഒരു വീട് വയ്ക്കും, കുട്ടികളാവും, കുട്ടികളുടെ ചിലവ്, ഇങ്ങനെ പല പല ചിലവുകൾ നമുക്ക് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും വരും. അതിനായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഓരോ അടുത്ത ഗോളുകൾ, നിങ്ങൾക്ക് അറിയാവുന്ന ലൈഫിൽ വരുന്ന ചിലവുകൾ മുന്നിൽ കണ്ടിട്ട് അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത്ര തുക വേണമെങ്കിൽ എല്ലാ മാസവും എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കണക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ അതിന് കണക്കാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഓരോ സമയത്ത് ഓരോ ഗോളുകളാണ്. ഒരു 3 കൊല്ലത്തിന് ശേഷമുള്ള ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം 3 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഈ റിസ്കിൻ്റെ സാധ്യത കുറച്ച് കുറവാണ്, കൂടുതൽ റിട്ടേൺസും കിട്ടും, 10% കൂടുതൽ റിട്ടേൺസും കിട്ടും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഓരോ ഗോളുകൾ അനുസരിച്ചിട്ട് അതിൻ്റെ കാലഘട്ടവും എത്ര കാലം കഴിഞ്ഞ് വേണം ഇതെല്ലാം കണക്കാക്കിയിട്ട് ഈ ഗോളുകൾക്കനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കടം വാങ്ങാതെ നിങ്ങളുടെ ചിലവിനാവശ്യമായ തുക നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇൻ കേസ് നിങ്ങൾ ആ ഒരു ചിലവിന് വേണ്ട മുഴുവൻ തുകയും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കടത്തിൻ്റെ എമൗണ്ട് കുറയ്ക്കാമല്ലോ. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യമാണ് വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ആ ടൈമിൽ മെച്യൂർ ആകുമ്പോൾ 3 ലക്ഷം രൂപയിലുണ്ട്, ബാക്കി 2 ലക്ഷം കടം അടക്കേണ്ടി വരും. പക്ഷേ ഈ 2 ലക്ഷത്തിൻ്റെ പലിശ അടച്ചാൽ പോരെ. ഇല്ലെങ്കിൽ ഈ 5 ലക്ഷവും കടം വാങ്ങി 5 ലക്ഷത്തിൻ്റെയും പലിശ അടയ്ക്കേണ്ടി വന്നേനെ. സോ നമുക്കിവിടെ പലതരം ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെ കുറിച്ച്, ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെ കുറിച്ചൊക്കെ ഈ ചാനലിൽ വിശദമായ വീഡിയോസ് ഉണ്ട്. അങ്ങനെ ഈ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് നിങ്ങളുടെ ഗോളിന് ഇതിൽ ഏതാണ് നന്നാവുക എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ചിലർ പറയും എനിക്ക് ഭാവിയിലെ കാര്യങ്ങളൊക്കെ സെറ്റാണ്, എനിക്ക് അത്യാവശ്യം വീട്ടിൽ വരുമാനമുണ്ട്, നല്ല വീട്ടിൽ സെറ്റപ്പാണ്, കടങ്ങളൊന്നുമില്ല, പിന്നെ എനിക്ക് ഭാവിയിൽ കല്യാണമോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലും അതിന് വീട്ടുകാർ തന്നെ പൈസ കൂട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ എനിക്ക് സ്വന്തം വീടുണ്ട്, വീട് വയ്ക്കുന്നുണ്ട്, അങ്ങനെ വലിയ ചിലവൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനിനി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഞാൻ കാര്യം എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ചിലവാക്കി ജീവിച്ചാൽ പോരെ. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, നമ്മൾ എന്തിനാണ് ജോലിക്ക് വന്നത്? പലിശ അടയ്ക്കാനാണ് നമ്മൾ ജോലിക്ക് വന്നത്. അപ്പോൾ ഈ ബാങ്ക് എന്തിനാണ് നമ്മുടെ കയ്യിൽ നിന്നും ഈ പലിശ വാങ്ങുന്നത്? ബാങ്ക് ചെയ്യുന്ന ഒരു വില്ലത്തരമാണോ അവർ ശരിക്കും ചെയ്യുന്നത്? ശരിക്കും ഈ ബാങ്ക് പലിശ വാങ്ങുന്നത് ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് പലിശ കൊടുക്കാനും കൂടെയാണ്. ബാങ്കിൻ്റെ ലാഭം എടുക്കുന്നുണ്ട്, ബാങ്കിൻ്റെ ചിലവെടുക്കുന്നുണ്ട്, പക്ഷേ വേറൊരു എമൗണ്ട് ആ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒരു പലിശയായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഈ ഇൻവെസ്റ്റ് ചെയ്തവരാരാണ്? ഇവരാണോ വില്ലന്മാർ? ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോൾ നല്ല തടിച്ചു കൊടുത്ത് കോട്ടക്കിട്ട കുറേ ആൾക്കാരായിരിക്കും മൈൻഡിൽ വരുന്നുണ്ടാവുക, കുറേ പണക്കാർ. പക്ഷേ നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ പാരൻസ്, അച്ഛനോ അമ്മയോ റിട്ടയർഡ് ആയ സമയത്ത് കിട്ടിയ കാശ് ചിലപ്പോൾ FD ഇട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വല്ല സ്ഥലം വിറ്റപ്പോഴോ അല്ലെങ്കിൽ ഭാഗം വെപ്പിലോ വല്ലതും കിട്ടിയ പണം എടുത്ത് FD ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ വില്ലന്മാരാണോ? അല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധാരണക്കാർ ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരതിൽ നിന്നുള്ള പലിശ അവരൊരു വരുമാനം വെച്ച് ജീവിക്കുന്നുണ്ട്. സോ ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ ഈ ബാങ്കോ ഒന്നും വില്ലന്മാരല്ല. പക്ഷേ ഇത് നമ്മളൊരു സിസ്റ്റം ഇങ്ങനെയാണ്, ഇവിടെ പണമുള്ളവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇത് പണം ആവശ്യമുള്ളവർക്ക് കൊടുത്തിട്ട് അവരിൽ നിന്നും വലിയ പലിശ വാങ്ങിയിട്ട് ഈ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കൊടുക്കുന്നു. ഇതാണ് ഇവിടെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നമ്മളെപ്പോഴും ഈ പലിശ കൊടുക്കുന്ന ആളായിട്ട് തന്നെ ജീവിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഈ സിസ്റ്റത്തിൽ ഗുണമുള്ള ആൾക്കാരുടെ ഭാഗത്തേക്ക് മാറിക്കൂടെ? നഷ്ടം വരുന്ന ആൾക്കാരാണ് ഈ പലിശ കൊടുക്കുന്നവർ, ഗുണം വരുന്ന ആൾക്കാരാണ് ഇൻവെസ്റ്റ് ചെയ്തവർ. സോ നമ്മൾ എന്തിനാണ് ഈ പലിശ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം ഉണ്ടാക്കിക്കൂടെ? സോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗോളൊന്നും അല്ലെങ്കിൽ ചിലവൊന്നും മനസ്സിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ പണമാണ്, പണത്തിന് എപ്പോൾ വേണമെങ്കിൽ ആവശ്യം വരാം. നമ്മളിനി ഭാവിയിൽ പെട്ടെന്ന് ആവശ്യമൊന്നും വരില്ല എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ചിലവ് വരുന്നത്. സോ പണമായതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്നുള്ള ആവശ്യങ്ങൾ വരും. സോ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുക. സോ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആവശ്യങ്ങൾ, വാണ്ടും നീഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. വാണ്ട് എന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങളാണ്, നീഡ് നമ്മുടെ അത്യാവശ്യങ്ങളാണ്. അത്യാവശ്യങ്ങൾക്ക് നമ്മൾ ചിലവാക്കണം. പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഈ ആഗ്രഹങ്ങൾ ഉടനെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ലോൺ എടുത്ത് ഈ പലിശ അടയ്ക്കാൻ നിൽക്കാതെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ ആഗ്രഹമുണ്ട്, അതിപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ലോൺ എടുത്ത് വാങ്ങണം. ഇത് പലിശയും ചേർത്ത് ഈ ഒരു എമൗണ്ട് തിരിച്ചടയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു 12 മാസം എല്ലാ മാസം തിരിച്ചടച്ചാൽ ഇത് തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് പകരം ഈ EMI അടയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുക നിങ്ങളൊരു 10 മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയും പലിശയും ചേർത്തിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള അത്രയും തുക നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ നിങ്ങൾ വാണ്ടും നീഡും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നീഡ്സൊക്കെ നമ്മുടെ വരുമാനം വെച്ച് നടത്തിക്കൊണ്ട് പോവുക, വാണ്ടുകൾ കുറച്ചൊന്ന് നീക്കി പിടിക്കുക, എന്നിട്ട് ലോൺ എടുക്കാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ ഇതെല്ലാം വാങ്ങാൻ നോക്കുക. സോ അങ്ങനെയാണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കടമില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങൾ ശരിക്കും ഒരു ട്രാപ്പിലാണ്. ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ട്രാപ്പിനെ കുറിച്ച് നമുക്കൊരു വ്യക്തത വരാനാണ്. എന്നാലേ ഇത്തരത്തിൽ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക, അതൊന്ന് അനലൈസ് ചെയ്യുക. ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് രക്ഷപ്പെടണം. അല്ലാതെ എന്നും ഈ ഇൻസൾട്ട് സഹിച്ച് ടെൻഷൻ അടിച്ച്
മാനസികാരോഗ്യം ശാരീരികാരോഗ്യമൊക്കെ കളഞ്ഞ് പേഴ്സണൽ ലൈഫ് നശിപ്പിച്ചിട്ട് കുറേ കാലം ജോലി ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷെ അതിനാണെങ്കിലും ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഒരു 6 മാസമെങ്കിലും സർവൈവ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് വേണ്ടേ? അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു എമർജൻസി ഫണ്ടും ഈ കടങ്ങളില്ലാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുള്ളൂ. സോ ഓരോ ലോൺ എടുക്കുമ്പോഴും ഓരോ ആഗ്രഹങ്ങൾ വരുമ്പോഴും ചിന്തിക്കുക, ഞാൻ ഈ ട്രാപ്പിൽ കൂടുതൽ ഉൾപ്പെട്ടു പോകുന്ന പരിപാടിയാണോ ഇത്? അങ്ങനെയാണെങ്കിൽ അത്തരം ആവശ്യങ്ങൾ മാറ്റിവെക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കടമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചും സേവിങ്സിനെ കുറിച്ചും ഒക്കെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.